ആമേൻ. എല്ലാവർക്കും സുപരിതമായ ഒരു വേദഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് ആമേൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാം വിട്ട് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അബ്രഹാമും സാറയും ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിനകത്ത് ആമേൻ പറയാൻ അവർക്ക് ശ്രേഷ്ഠതയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആമേൻ ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങി തിരിച്ച് അബ്രഹാമിനോട് ആമേൻ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. ഒരിക്കൽ സ്തോത്രം ചെയ്യുന്നു. ദൈവം അബ്രഹാമിനോട് ദർശനത്തിൽ ഇടപെട്ടിട്ട് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയാണ്, ഞാൻ നിന്റെ സ്തോത്രം ചെയ്തു അതിമഹത്തായ പ്രതിഫലമാണ്. ഇങ്ങനെ അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എനിക്ക് എന്ത് തരും? സ്തോത്രം ചെയ്യുന്നു. ആ ചോദ്യത്തിൽ ആമേൻ ദൈവം പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ആകാശത്തിലേക്ക് നോക്ക്, ആമേൻ നക്ഷത്രങ്ങൾ നിനക്ക് കാണുവാൻ കഴിയും, അതുപോലെ ഞാൻ നിനക്ക് തലമുറകളെ നൽകാമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തം കേട്ട് ഇറങ്ങിത്തിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിനകത്ത് ഈ വാഗ്ദത്തം കേൾക്കുമ്പോൾ സാഹചര്യമെല്ലാം പ്രതികൂലമാണ്, ഒന്നും അനുകൂലമല്ല. പക്ഷേ അബ്രഹാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്ത 15-ാം അധ്യായത്തിൽ ആമേൻ താഴോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു, ആടുമാടുകളെയും ആമേൻ ആട്ടുകൊറ്റനെയും ആമേൻ പ്രാക്കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം അതനുസരിച്ച് ആമേൻ ആട്ടുകൊറ്റനെയും കാളക്കുട്ടിയെയും പിളർന്ന് യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ ആ ചെറിയ പ്രാക്കുഞ്ഞിനെ പക്ഷികളെയോ താൻ പിളർന്നില്ല എന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ സ്തോത്രം ചെയ്യുന്നു, ആ പിളർന്ന് അതിൻ്റെ വേസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മാത്രമേ ആമേൻ സ്തോത്രം ആ യാഗത്തിൽ ദൈവത്തിന് പ്രസാദമുണ്ടാകുകയുള്ളൂ. നാമും ആലയത്തിൽ ആമേൻ സ്തോത്രമായിരിക്കുമ്പോഴും ഭവനങ്ങളിലായിരിക്കുമ്പോഴും ആരാധനയ്ക്ക് നമ്മൾ മുട്ടുമടക്കുമ്പോൾ തന്നെ ആമേൻ ആ യാഗത്തിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്ന ആമേൻ സ്തോത്രം ചെയ്യുന്ന ദൈവഹിതമില്ലാത്ത ചിന്തകൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ, ആമേൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, പാപങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് അതിന് സ്തോത്രം ചെയ്ത് ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ യാഗത്തിലിരുന്ന ആമേൻ സ്തോത്രം ചെയ്യുന്ന സ്വർഗത്തിൽ നിന്നും ആരാധന കേട്ട് ആമേൻ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകുവാനിടയായി തീരും. എന്നാൽ ഈ അബ്രഹാമിൻ്റെ ആരാധനയിൽ ദൈവപ്രസാദത്തിന് പകരം ദൈവത്തിൻ്റെ കോപം അവിടെ വെളിപ്പെടുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഈ പക്ഷികളെ പിളർക്കാത്തത് കൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, സ്തോത്രം ചെയ്യുന്നു, നിന്റെ സന്തതി ആമേൻ 400 വർഷം ആമേൻ അടിമകളായി പാർക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ഈ വാഗ്ദത്തം കേൾക്കുമ്പോൾ അബ്രഹാമിന് സന്തതികളില്ല. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, നമ്മൾ പുറപ്പാട് പുസ്തകത്തിലോട്ട് വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ, അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ സ്തോത്രം ചെയ്യുന്നു യാക്കോബ് എന്നിങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ 70 പേരായിട്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു യാക്കോബ് തൻ്റെ തലമുറകൾ. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു ആമേൻ വ്യക്തികളുമായിട്ട് ആമേൻ മിസ്രൈമിൽ കടന്നു വരുവാനിടയായി തീർന്നു. ആ സാഹചര്യത്തിൽ സ്തോത്രം ചെയ്യുന്നു ആമേൻ ഈ ഇസ്രായേൽ ജനം ആമേൻ മിസ്രൈമ്യരേക്കാൾ ആമേൻ പെരുകുന്നത് കണ്ടപ്പോൾ, വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ സ്തോത്രം ചെയ്യുന്നു ഏത് വിധേനയും ഇസ്രായേൽ ജനത്തെ തകർത്ത് കളയണം, അവരെ ഉന്മൂലനാശമാക്കി കളയണം. ആ കാലത്ത് ഭരിച്ചിരുന്ന ഫറവോ രാജാവ് തീരുമാനിക്കുവാനിടയായി തീർന്നു. ആ സാഹചര്യത്തിൽ സ്തോത്രം ചെയ്യുന്നു ആമേൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കാത്തത് കൊണ്ടാണ് ഈ ആമേൻ സ്തോത്രം ചെയ്യുന്ന കട്ടത ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിനകത്ത് വന്നത്. ഹല്ലേലൂയ. ഒരുപക്ഷെ അപ്പനും അമ്മയും ചെയ്യുന്ന തെറ്റിന് ആമേൻ തലമുറകളായിരിക്കും ആമേൻ സ്തോത്രം ചെയ്യുന്ന അനുഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഈ ഇസ്രായേൽ ജനം വർദ്ധിച്ച് പെരുകിയപ്പോൾ സ്തോത്രം ഫറവോ രാജാവ് തീരുമാനിച്ചു, ഇവരിങ്ങനെ പെരുകി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു യുദ്ധം എന്തെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനം ജയിക്കുവാനിടയായി തീരും. അങ്ങനെ സ്തോത്രം ചെയ്യുന്നു ഇവരെ അടിമ വേലകളാ ആമേൻ സ്തോത്രം ചെയ്യുന്ന കഠിന വേലകളാ ഇവരെ സ്തോത്രം ചെയ്ത് പീഡിപ്പിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് സ്തോത്രം ചെയ്യുന്നു ഇസ്രായേൽ ജനം ആമേൻ ദൈവത്തോട് നിലവിളിച്ച ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ചു കേട്ടത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ കേട്ടത്. ആമേൻ സ്തോത്രം ചെയ്യുന്നു ദൈവജനം ആമേൻ ഹല്ലേലൂയ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു നിലവിളിക്കുവാൻ തുടങ്ങി. ആമേൻ ഹല്ലേലൂയ. അവർ കരയുവാൻ തുടങ്ങി. അവരുടേതായ പീഡ നിമിത്തം ആമേൻ സ്തോത്രം
ചെയ്യുന്നു, ദൈവത്തോട് അവർ നിലവിളിച്ച ഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്ന സ്തോത്രം, ആ വചനത്തിൽ നിന്ന് 3 പോയിന്റ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു കണ്ടു. ഹല്ലേലൂയ, സ്തോത്രം, കഷ്ടത കാണുന്ന ഒരു ദൈവം ഈ ലോകത്തിൽ നമ്മെ സ്തോത്രം ചെയ്യുന്നു, നന്നായിട്ട് കാണുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. സ്തോത്രം ചെയ്യുന്നു. നമുക്ക് 2 കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ 100 കണ്ണുകളായിരിക്കാം നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നമ്മുടെ കഷ്ടത കണ്ടിട്ട് ഒരിക്കലും അവിടെ മൗനമായിരിക്കുന്ന ദൈവമല്ല. ഇസ്രായേൽ ജനം നിലവിളിച്ചപ്പോൾ അവരുടെ കഷ്ടത കണ്ട എൻ്റെ ദൈവം മോശയെ മിസ്രയീമിൽ അയക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഷ്ടത അനുഭവിച്ച ഒരുപാട് ഭക്തന്മാരെ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ചില ഭക്തന്മാരെ ഞാനിന്ന് പകൽക്കാല വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നത് വെളിപ്പെടുത്താം. ഒന്നാമതായിട്ട് ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 1-ാം വാക്യം മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ ഇയ്യോബ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ ഭക്തനായ നേരുള്ളവനായ ദോഷം വിട്ടകലുന്ന ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടത വരുവാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. കഷ്ടത വരുമ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാവരും അകന്നു പോകും. സന്തോഷമുള്ളപ്പോൾ, സുഖമുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കൂടപ്പറപ്പുകൾ നമ്മോട് കൂടെ കാണും. നമ്മുടെ അപ്പനും അമ്മയും നമ്മോട് കൂടെ കാണും. സഹോദരൻ എല്ലാവരും നമ്മോട് കൂടെ കാണും. ഒരു കഷ്ടത വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ അവസാനം വരെ സ്തോത്രം ചെയ്യുന്നു ജീവിക്കാമെന്ന് പറഞ്ഞ് കരം പിടിച്ച് സ്തോത്രം ചെയ്യുന്നു. ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഭർത്താവ് ഒരുപക്ഷെ ഉപേക്ഷിച്ചെന്ന് വരും, ഭാര്യ ഒരുപക്ഷെ ഉപേക്ഷിച്ചെന്ന് വരും. എങ്കിലും ഇതിന്റെ നടുവിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സർവശക്തനായ ദൈവം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബ് ദൈവഭക്തനായിരുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ സ്തോത്രം ദൈവപുത്രന്മാർ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ അടുക്കൽ നിൽക്കുവാൻ കടന്നു ചെന്നപ്പോൾ സാത്താനും കൂടെ അവിടെ ചെല്ലുവാനിടയായി തീർന്നു. അപ്പോൾ ആ സമയത്ത് ദൈവം സാത്താനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ സ്തോത്രം ചെയ്യുന്ന സാത്താൻ ദൈവത്തോട് പറയുകയാണ്, നീ അതിന് അവന് ചുറ്റും വേലി കെട്ടി കാവൽ ചെയ്തിട്ടില്ലേ, ഞാൻ എങ്ങനെ അവനെ തൊടുമെന്ന് പറയാനിടയായി തീർന്നു. ആ സാഹചര്യത്തിൽ സ്തോത്രം ചെയ്യുന്നു സാത്താൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇയ്യോബിനെ എൻ്റെ കരങ്ങളിലോട്ട് ഒന്നിട്ടാ, അവൻ്റെ ഭക്തിയെ ഞാൻ പരീക്ഷിച്ച് ദൈവത്തെ തെളിച്ച് കളയുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം പറഞ്ഞു, സ്തോത്രം ചെയ്ത ഇയ്യോബിനെ നിന്റെ കരങ്ങളിലോട്ട് തരുന്നു എന്ന് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ചെയ്യുന്നു. ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു, മക്കളെല്ലാം നഷ്ടപ്പെട്ടു, ആടുമാടുകൾ, സമ്പത്തുകൾ, ഒട്ടകങ്ങൾ, സ്തോത്രം ചെയ്യുന്നു, മൃഗസമ്പത്തുകൾ എല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും വ്രണങ്ങളാൽ നിറഞ്ഞ് സ്തോത്രം പുഴുവരിക്കുമ്പോഴും 2-ാം അധ്യായം അവസാന വാക്യത്തിൽ പറയുന്നു, ഇതെല്ലാം സംഭവിച്ചിട്ടും ഇയ്യോബ് അതരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, നിരക്കാത്തത് ഒന്നും പറഞ്ഞില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് വന്ന കഷ്ടതയുടെ നടുവിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു ഇയ്യോബിൻ്റെതായ ഭക്തിയെ അവിടെ തെളിയിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാല വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, ജീവിതത്തിനകത്ത് പ്രതിസന്ധി വരുമ്പോൾ പ്രതിസന്ധിയുടേതായ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയുടെ നടുവിലോട്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത്. അവിടെയാണ് യേശുവിന് വേണ്ടി ഞാൻ നിൽക്കുന്നുവോ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കഷ്ടതയുടെ നടുവിൽ ഇയ്യോബ് ദൈവത്തിന് വേണ്ടി നിന്നു. ഇയ്യോബ് പറയുവാനിടയായി തീർന്നു, എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം എനിക്ക് നന്മ തന്നെങ്കിൽ ഈ തിന്മയും കൂടെ എനിക്ക് സഹിക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാല വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് മുഖാന്തരം ജീവിതത്തിനകത്ത് നിനക്ക് എന്തെങ്കിലും നഷ്ടമായെങ്കിൽ, ഹല്ലേലൂയ, കുടുംബത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയെങ്കിൽ ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട. സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് 1-ാം അധ്യായം 2-ാം അധ്യായം ഒരു നഷ്ടങ്ങളുടെ അധ്യായം
ലേഖനമാണെങ്കിൽ അതിലെ 41 അധ്യായം ആമൻ വരുമ്പോൾ എന്തെല്ലാം സ്തോത്രം ചെയ്യുന്നു. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് നഷ്ടമായോ അതെല്ലാം എൻ്റെ ദൈവം ഇരട്ടിയായി നൽകി. അവൻ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് മുഖാന്തരം ആമൻ നിന്റെ ജീവിതത്തിനകത്ത് ഒരു പക്ഷേ ഭവനത്തിനകത്ത് നിന്ന് ഇറക്കി വിട്ടേക്കാം. ആമൻ അല്ല എങ്കിൽ എല്ലാവരുടെ നടുവിൽ നിന്നെ ഒറ്റപ്പെടുത്തിയേക്കാം. ഭാരപ്പെടേണ്ട, സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ നാം പഠിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് 3 ബാലന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ആമൻ സ്തോത്രം ചെയ്യുന്നു. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും അവരുടെ ജീവിതത്തിനകത്ത് ഒരു കഷ്ടത വന്നു. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിനെ നമസ്കരിക്കാത്തത് കൊണ്ട് തീച്ചൂള എന്ന് പറയുന്ന ഒരു കഷ്ടത അവരുടെ ജീവിതത്തിനകത്ത് വരുവാനിടയായി തീർന്നു. എന്നാൽ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഈ 3 ബാലന്മാർ ആ തീച്ചൂളയുടെ നടുവിൽ ഒരു തീരുമാനം എടുക്കാനിടയായി തീർന്നു. ഇതിന്റെ നടുവിൽ എൻ്റെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ആമേ സ്തോത്രം ചെയ്യുന്ന രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ദൈവത്തിൽ അവിടെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ദൈവം അവിടെ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് ആരാലും പരിഹരിക്കപ്പെടുവാൻ കഴിയാത്ത ഏത് തീച്ചൂള പോലെയാകുന്ന വിഷയമായിരുന്നാലും ഇന്ന് പകൽക്കാലം ഇരിക്കുന്ന ഇടത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് പറ, യേശുവേ എൻ്റെ ഈ കട്ടതയുടെ നടുവിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി വരണമേ എന്നും യേശുവിന്റെ നാമത്തിൽ ആ കട്ടതയുടെ നടുവിൽ ആ ബാലന്മാർക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം യേശുവിന് വേണ്ടി നിൽക്കുന്ന ദൈവ പൈതലേ, ആരെല്ലാം മാറിയാലും ആരെല്ലാം കൈവിട്ടാലും എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തിയാലും ഒരിക്കലും മാറാത്ത ദൈവം, ഒരിക്കലും കൈവിടാത്ത ദൈവം, നിന്റെ കട്ടത കാണുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നാമതായി നമ്മുടെ ദൈവ കട്ടത കാണുന്ന ദൈവം. രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, നിലവിളി ആമേ സ്തോത്രം ചെയ്ത് കേൾക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്ത് നിലവിളി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആമേ സ്തോത്രം ചെയ്ത് ഒരു വ്യക്തി മാറ്റപ്പെടുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കാറില്ല, പക്ഷെ നിലവിളിക്കാറുണ്ട്. ആമേ പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ, ആമേ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചെറിയൊരു വിളിയല്ല വിളിക്കുന്നത്. അത് നമ്മൾ ആ സ്തോത്രം ഹൃദയത്തിൽ നിന്നും നിലവിളിക്കുന്ന ആ നിലവിളി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ എൻ്റെ കർത്താവ് പലയിടങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്ത് കടന്നു വരുമ്പോൾ ആമേ സ്തോത്രം ചെയ്യുന്നു. എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിൽ എൻ്റെ യേശു കർത്താവ് എത്തുവാനിടയായി തീർന്നു. ആമൻ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമൻ ഹല്ലേലൂയ. എരിഹോ ആമൻ പല സ്ഥലങ്ങളിൽ ദൈവം സഞ്ചരിച്ചിട്ട് എൻ്റെ യേശു കർത്താവ് എരിഹോവിൽ എത്തി. ആമൻ എരിഹോ എന്ന പദത്തിന്റെ അർത്ഥം ആമൻ ശാപത്തിന്റെ പട്ടണമാണ്. ആരും സ്തോത്രം വരുവാൻ ആഗ്രഹിക്കാത്ത പട്ടണമാണ് ആമൻ സ്തോത്രം. എരിഹോ എന്ന് പറയുന്ന പട്ടണം ശപിക്കപ്പെട്ട പട്ടണം, ഒരു വിധത്തിലും ഉയർച്ച പ്രാപിക്കുവാൻ കഴിയാത്ത പട്ടണം. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ആ പട്ടണത്തിനകത്ത് എൻ്റെ യേശു വരുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ഭവന ശാപം പിടിച്ചതായിരിക്കാം. കുടുംബക്കാരും എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു, നമുക്കൊരു വിധി തന്നിരിക്കാം, അവൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, ആ കുടുംബം ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞ സ്ഥാനത്താണ് എൻ്റെ യേശു നമ്മുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു, ഈ എരിഹോവിന്റെ പട്ടണത്തിൽ ആമേ സ്തോത്രം ചെയ്യുന്നു ആരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കുരുടൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആമേ യേശുവിനെ സ്തോത്രം തനിക്ക് കണ്ടുകൂടാ, പക്ഷേ യേശുവിനെ കുറിച്ച് തനിക്ക് കേൾക്കാം. ഹല്ലേലൂയ. ആമേ സ്തോത്രം ചെയ്യുന്നു. യേശു വരുന്നു എന്ന് ആമേ കേട്ടപ്പോൾ തന്നെ ഈ കുരുടൻ ഇങ്ങനെ നിലവിളിക്കുവാൻ തുടങ്ങി. ആമേ നിലവിളിക്കുമ്പോൾ പലരും പറഞ്ഞു, നീ നിലവിളിക്കാതെ നീ മിണ്ടാതിരിക്കെന്ന് പറഞ്ഞ് പലരും സ്തോത്രം ചെയ്യുന്നു. ആമേ ഈ വ്യക്തിയെ ശാസിക്കാനും മിണ്ടാതിരിക്കാനും ഒക്കെ പറഞ്ഞു. പക്ഷേ ആവശ്യക്കാരനുണ്ടല്ലോ നിലവിളിക്കുവാൻ തുടങ്ങി. നമ്മൾ ഒരു പക്ഷേ ഭവനത്തിൽ നിന്ന് ഉറക്കെ ആരാധിക്കുമ്പോൾ, ഉറക്കെ കൈയടിക്കുമ്പോൾ, ഉറക്കെ സ്തുതിക്കുമ്പോൾ കുടുംബക്കാര് പറയും, അടുത്തിരിക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ പറയും, എന്തിന് ഇത്രയും കൈയടിക്കണം, എന്തിന് ഇത്രയും ഹല്ലേലൂയ നിലവിളിക്കണം. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, ഈ കുരുടനോട് ചോദിച്ചാൽ അറിയാം, അവൻ ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് നൽകിയ വിടുതലല്ല, എനിക്ക് ദൈവം തന്ന വിടുതൽ. അവനെ സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും പറയുവാൻ കഴിയും, എൻ്റെ ഭവനത്തിനടുത്ത് താമസിക്കുന്ന
താമസിക്കുന്ന വ്യക്തിയെ വിടുവിച്ചത് പോലെ അല്ല എന്നെ ദൈവം എന്നെ വിടുവിച്ചത് എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും ദൈവത്തോട് പറയുവാൻ കഴിയും. സ്തോത്രം ചെയ്യുന്നു. ആമ യെരിഹോവിൽ സ്തോത്രം വിശ്വയാചിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരുന്ന ഈ സ്തോത്രം കുരുടന്റെ നിലവിളി സ്വർഗത്തിലെ ദൈവം കേട്ടിട്ട് എൻ്റെ യേശുവിന് അവിടെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും അവൻ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് കാഴ്ച കിട്ടണം, എങ്ങനെയെങ്കിലും എനിക്ക് യേശുവിനെ ഒന്ന് കാണണം. ഇതുവരെ സ്തോത്രം ചെയ്യുന്നു ആരെയും ജനിപ്പിച്ച മാതാവിനെയോ പിതാവിനെയോ സഹോദരങ്ങളെയോ ആരെ കാണുവാൻ കഴിയാതെ അന്ധനായിട്ട് ഇരിക്കുന്ന ആ മണ്ഡലം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നീ അന്ധതയിലായിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുക. സ്തോത്രം 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ യേശു കർത്താവ് യാഗമായി തീർന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ വിടുതലിന്റെ കരത്തിൽ ഇന്ന് പകൽക്കാലം നിനക്കായിരിപ്പ കർത്താവ് നിനക്ക് കൃപ നൽകിയത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ കുരുടൻ നിലവിളിച്ചപ്പോൾ ആ നിലവിളിയുടെ മുൻപിൽ എൻ്റെ യേശു നിന്നു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നിലവിളിക്കുവാൻ എത്ര പേർക്ക് തയ്യാറാകും? അവിടെ നിലവിളിയുടെ മുൻപിൽ എൻ്റെ യേശു കർത്താവ് നിൽക്കും. ആരും നിന്നില്ലെങ്കിലും, നമ്മുടെ കൂടെ പിറപ്പുകൾ നമ്മുടെ കൂടെ നിന്നില്ലെങ്കിലും സ്തോത്രം ചെയ്യുന്നു, നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. കൂടെ നിൽക്കാമെന്ന് പറയുന്നവർ എല്ലാവരും അകന്നു പോയാലും എൻ്റെ യേശു കർത്താവ് ഒരിക്കലും അകന്നു പോകുകയില്ല. സ്തോത്രം. ആ നിലവിളിയുടെ നടുവിൽ സ്തോത്രം ചെന്ന് എൻ്റെ യേശു കർത്താവ് നിന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ആമേൻ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇന്ന് പകൽക്കാല ഭവനങ്ങളിലായിരുന്നു ദൈവവചനം കേൾക്കുന്ന ഓരോ മക്കളും ഇന്ന് പകൽക്കാലം അറിയണം. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ യേശു കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു പക്ഷേ ഈ ലോകത്തിൽ പലയിടത്തും നീ വിടുതലിന് വേണ്ടി കടന്നുപോയി, പലയിടത്തും സമാധാനത്തിന് വേണ്ടി കടന്നുപോയി, പലയിടത്തും സ്തോത്രം ചെയ്യുന്നു എനിക്ക് ഒരു രക്ഷ കിട്ടുമെന്ന് പറഞ്ഞ് പലയിടത്തും നീ പോയി. പക്ഷേ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമടക്കുവാൻ തയ്യാറായ എൻ്റെ യേശു കർത്താവ് നിന്നെ തൊടുവാനിടയായി തീരും. യേശുവിൻ്റെ അടുക്കൽ വന്നവരെ ആരെയും എൻ്റെ യേശു വെറുതെ അയച്ചിട്ടില്ല. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ ശക്തി സ്തോത്രം ചെയ്യുന്നു. ഇരുവായ് തലയുള്ള വാള അങ്ങോട്ടും വെട്ടും ഇങ്ങോട്ടും വെട്ടും. ആ വചനത്തിൻ്റെ ശക്തിയാ ഇന്ന് പകൽക്കാലം ചില രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചില വ്യക്തികളെ വിട്ട് അഴിഞ്ഞു മാറുകയാ. പുറത്തു വരുവാൻ കഴിയാതെ അകത്തളങ്ങളിൽ അടയ്ക്കപ്പെട്ടവരായി സ്തോത്രം ചെയ്യുന്നു. ഒന്നും കാണുവാൻ കഴിയാതെ ആത്മീയ അന്ധതയിലായിരിക്കുന്ന സ്തോത്രം ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് പകൽക്കാലം പരിശുദ്ധി ആത്മാവ് പറയുന്നു, ഈ വചനത്തിന് മുൻപ് സ്തോത്രം സമർപ്പിക്കുവാൻ തയ്യാറായ നിന്റെ ആത്മീയ അന്ധത മാറ്റി ഒരു വെളിച്ചം തരുക എൻ്റെ ദൈവം വിശ്വസ്തനായ ദൈവമാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിലവിളിയുടെ നടുവിൽ എൻ്റെ യേശു നിന്നു. സ്തോത്രം ചെയ്യുന്നു. യെരിഹോവിൽ ആരും ഇഷ്ടപ്പെടാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും സ്തോത്രം ചെയ്യുന്നു വന്ന് വിടുതൽ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാതിരുന്ന സ്ഥലത്ത് എൻ്റെ യേശു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ യേശു ആ കുരുടനെ തൊട്ടു. കാഴ്ച വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഒന്ന്, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവം. 2, നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവം. 3, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ, കഷ്ടതകൾ, സങ്കടങ്ങൾ വരുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, ഹാപ്പി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുഖത്ത് പെട്ടെന്ന് ഒരു സങ്കടം വരുന്നത് നമുക്ക് സ്ഥിരം കാണുന്ന വ്യക്തികളെ നമുക്ക് പെട്ടെന്ന് കാണുവാൻ കഴിയും. പക്ഷേ അതിനേക്കാൾ സർവശക്തനായ ദൈവത്തിന് നമ്മുടെ മുഖമൊന്ന് വാടുമ്പോൾ, നമ്മുടെ കണ്ണൊന്ന് സ്തോത്രം നനയുമ്പോ, നമ്മുടെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ മുഖത്തൊരു മ്ലാനത വരുമ്പോ എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം എൻ്റെ മകൻ എന്തിനോ കരയുന്നു, എന്തിനോ സങ്കടപ്പെടുന്നു എന്ന് പറഞ്ഞ് എൻ്റെ യേശു നമ്മുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്കൊരു സങ്കടം കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ലാസറിന്റെ കുടുംബം. ബെഥാനിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എൻ്റെ യേശു കർത്താവ് വരുമ്പോൾ അവിടെ സ്തോത്രം വിസിറ്റ് ചെയ്യാറുണ്ട്, അവിടെ കയറാറുണ്ട്. ഒരിക്കൽ യേശുവിൻ്റെ കാൽക്കൽ സ്തോത്രം ചെയ്യുന്നു തലമുടി
കൊണ്ട് ആമേ സ്തോത്രം സുഗന്ധദ്രവ്യം ഹല്ലേലൂയ ആമേ പുരട്ടി തുടച്ച ഒരു വ്യക്തിയാണ് മറിയ എന്ന് പറയുന്ന സഹോദരി. ആ ഭവനത്തിനകത്ത് യേശു സ്നേഹിക്കുന്ന ഭവനം, യേശു കൂടെ കൂടെ വരുന്ന ഭവനം, യേശുവിന് വേണ്ടി നിൽക്കുന്ന ഭവനത്തിനകത്ത് ഒരു വേർപാട് സംഭവിപ്പാനിടയായി തീർന്നു, ഒരു സങ്കടം വരാനിടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ ആമേൻ മരണം അറിഞ്ഞ ആമേൻ യേശു അവിടെ വന്നില്ല. ആമേൻ എല്ലാവരും സ്തോത്രം ചെയ്യുന്നു. അവരോട് കളിയാക്കുവാൻ തുടങ്ങി, എല്ലാവരും പരിഹസിക്കുവാൻ തുടങ്ങി. യേശുവിനോട് കൂടെ നടന്നതല്ലേ, യേശുവ് എല്ലാ ആഴ്ചയും വീട്ടിൽ വരികയില്ലേ, യേശുവിന് വേണ്ടി നിന്ന കുടുംബമല്ലേ, എന്തിനിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കളിയാക്കിയെങ്കിലും മാർത്തയ്ക്കും മറിയയ്ക്കും അറിയാം ഈ സങ്കടത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ യേശു എൻ്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. കാരണം യേശു ആരെന്നും യേശുവിന്റെ അത്ഭുതം എങ്ങനെയെന്നും നന്നായിട്ട് അറിഞ്ഞ കുടുംബമാണ് ഈ കുടുംബം. അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു വരുന്ന വരവ് നോക്കി ഇവരിങ്ങനെ കാത്തിരിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം നാലാമത്തെ ദിവസം ആമേൻ യേശു കർത്താവ് അവിടെ ഭവനത്തിൽ വരുവാനിടയായി തീർന്നു. സാധ്യതയില്ലാതിരുന്ന ദിവസം, നാറ്റം വച്ച സ്തോത്ര വിഷയം ഇനി ഒരിക്കലും പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ ആ വിഷയത്തിന്റെ നടുവിൽ നാലാമത്തെ ദിവസം എൻ്റെ യേശു ആ ഭവനത്തിൽ വന്നു. ആമേൻ 11-ാം അധ്യായം അതിന് 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു ആമേൻ ഉള്ളം നൊന്ത് കലങ്ങി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നമ്മുടെ സങ്കടങ്ങൾ കണ്ടിട്ട്, നമ്മുടെ കണ്ണുനീർ കണ്ടിട്ട് എൻ്റെ യേശുവിന് മനസ്സലിയും. എന്തെന്നറിയാമോ? എൻ്റെ യേശു കർത്താവ് ദൈവപുത്രനായിരിക്കുമ്പോൾ തന്നെ ആമേൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഈ ലോകത്തിലോട്ട് ഇറങ്ങി വന്ന് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാം സ്തോത്ര വേദനയും ആമേൻ അനുഭവിച്ച എൻ്റെ യേശു കർത്താവിന് നന്നായിട്ട് അറിയാം ഈ സഹോദരിമാരുടെ വേദന. ഹല്ലേലൂയ. ആമേൻ സ്തോത്ര. സമൂഹം ഒന്നടങ്കം അവർ ഒറ്റപ്പെടുത്തി പരിഹസിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ യേശു കർത്താവ് ചോദിക്കുന്നു, ലാസറിനെ അടക്കിയത് എവിടെ? ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിനകത്ത് നാറ്റം വച്ച് പുറത്തു പറയുവാൻ കഴിയാതെ ഭവനത്തിനകത്ത് ഞരങ്ങി ഹൃദയം കൊണ്ട് നീ ഭാരപ്പെട്ട് ഈ വചനം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണുനീർ തുളപ്പ്. എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കലും സാധ്യതയില്ലാതിരുന്ന സ്ഥാനത്ത് ആമേൻ നാറ്റം വച്ച് ജീർണിച്ച ആമേൻ സ്തോത്രം അമൃത ശരീരത്തെ എൻ്റെ കർത്താവ് ഉയർപ്പിക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ലാസറിനെ പുറത്തെടുത്ത് ആമേൻ 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 അവൻ്റെ സ്തോത്രം മുഖത്തുള്ളതായ റൂമാലെല്ലാം മാറ്റി അവൻ്റെ കെട്ടുകളെല്ലാം അഴിച്ച് അവൻ സ്തോത്രം പുറത്തു വന്നതുപോലെ ഇന്ന് പകൽക്കാലം പിശാച് നമ്മെ ഒരു ഭാഗത്ത് ഒതുക്കി ആമേൻ സ്തോത്രം ചെയ്ത് ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബനാഥന്മാരെ ബന്ധിച്ച് ഇനി ഒരിക്കലും സ്തോത്രം നന്മ പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് പിശാചിട്ട മുദ്രകളെ ഇന്ന് പകൽക്കാലം അഴിക്കുന്നതിന് യേശു കർത്താവ് നിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങൾ അറിയുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു. ആയിരിക്കുന്ന ഇടത്ത് അവൻ ഒരു നിമിഷം നമ്മുടെ മുട്ടുകളെ മടക്കി